എല്ലാവർക്കും നമസ്കാരം. റെൻ്റ് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെപ്പറ്റി പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. പലരും സുഹൃത്തുക്കൾക്കും അതുപോലെ റിലേറ്റീവ്സിനുമായിട്ട് അവരുടെ സിവിൽ ഐ ഡി വെച്ചിട്ട് റെൻ്റ് എഗ്രിമെൻറ്റ് കൊടുക്കാറുണ്ട്. അതിനുശേഷം ചിലപ്പോൾ ഒരു 7 മാസം അല്ലെങ്കിൽ ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് അവർ ഈ ഫ്ലാറ്റിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറിക്കാണും. പക്ഷേ റെൻ്റ് കോൺട്രാക്റ്റ് പ്രോപ്പറായിട്ട് ക്യാൻസൽ ചെയ്യാതെ ആയിരിക്കും അവർ പോയിട്ടുണ്ടാവുക. അത് ഇവരറിയുന്നില്ല. ഇവർ പിന്നീട് 1 വർഷം 2 വർഷവും കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ചിട്ടായിരിക്കും ട്രാവൽ ബാൻ ഉണ്ട്. അപ്പോഴാണ് നോക്കുന്നത് എന്തിനാണ് ട്രാവൽ ബാൻ വന്നിരിക്കുന്നതെന്ന് ഇവർക്ക് അറിയുന്നില്ല. അതിനുശേഷം ഇവർ നോക്കുന്ന സമയത്താണ് ഇതുപോലെ റെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് 3000 KD 4000 KD ഇത്രയും വലിയൊരു എമൗണ്ടാണ് വന്നിരിക്കുന്നത്. ആ എമൗണ്ട് അടയ്ക്കാതെ ഈ ട്രാവൽ ബാൻ ഒരിക്കലും റിമൂവ് ചെയ്യാനും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, റെൻ്റ് കോൺട്രാക്റ്റ് എഴുതി നമ്മൾ വേറൊരു ഫ്ലാറ്റിലേക്ക് മാറുന്ന സമയത്ത് പ്രോപ്പറായിട്ട് റെൻ്റ് എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോവാം. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും എല്ലാം ഫ്ലാറ്റ് എടുത്ത് കൊടുക്കുന്നവരും ശ്രദ്ധിക്കുക. അവർ ഇതുപോലെ മാറുന്ന സമയത്ത് ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും വരുന്നില്ല. ആരുടെ പേരിലാണോ ആരുടെ സിവിൽ ഐ ഡി വെച്ചിട്ടാണോ കോൺട്രാക്റ്റ് എഴുതിയിരിക്കുന്നത് അവർക്കാണ് പിന്നീട് പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രാവൽ ബാൻ ഇത്രയും ഒരു എമൗണ്ട് വന്ന ട്രാവൽ ബാൻ വരുന്ന സമയത്ത് ഈ എമൗണ്ട് മുഴുവനും അടയ്ക്കാതെ ഒരിക്കലും ആ ട്രാവൽ ബാൻ റിമൂവ് ചെയ്യാനും കഴിയില്ല. അപ്പം അതുകൊണ്ട് പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. പരമാവധി സഹൽ ആപ്പ് ഉപയോഗിക്കുക. സഹൽ ആപ്പ് എല്ലാവരും മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുക. കാരണം അതിൽ നോട്ടിഫിക്കേഷൻ, എന്തൊരു ചെറിയ കേസാണെങ്കിൽ പോലും അതിൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പം സഹൽ ആപ്പ് നന്നായിട്ട് എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് തരാനുള്ളത്. താങ്ക് യു.